2026 സംബന്ധിച്ചിടത്തോളം സൗത്തിൽ ഏറ്റവും മോശമായിട്ടുള്ളൊരു എനർജി വന്ന് നിൽക്കുന്നുണ്ട്. അതിന് റെമഡി ആയിട്ട് അവിടെ സാൾട്ട് വാട്ടർ ഉപയോഗിക്കാം, 6 റോഡ് വിൻചെയിംസ് ഉപയോഗിക്കാം, അവിടെ 5 എലമെന്റ് പഗോഡയും ഉപയോഗിക്കാം. നമുക്ക് തൊഴിൽപരമായിട്ട് അഭിവൃദ്ധി ഉണ്ടാവാൻ വേണ്ടിയിട്ട് വീടിൻ്റെ നോർത്ത് സൈഡിൽ എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജലധാര അല്ലെങ്കിൽ ഒരു അക്വേറിയം അവിടെ വയ്ക്കുന്നതും നമുക്ക് നല്ലൊരു ടൂളായിട്ട് ഇതിനകത്ത് കണക്കാക്കുന്നുണ്ട്. ഒരു വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഒരു നെഗറ്റീവ് എനർജി ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ നെഗറ്റീവ് എനർജി നമുക്ക് എങ്ങനെ അതിനെ ഒഴിവാക്കാം? ഒന്നെന്ന് പറയുന്നത്, ഒരു പാത്രത്തിനകത്ത്, ഒരു ചെറിയ പാത്രത്തിനകത്ത് ഒരു കരണ്ടിയോ 1.5 കരണ്ടിയോ സ്പൂൺ സാൾട്ട് ഉപ്പ് ഇട്ടിട്ട് റൂമിനകത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നിട്ട് പിറ്റേന്നെടുത്ത് ഒഴിവാക്കി കളയാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓരോ റൂമിലെയും നെഗറ്റിവിറ്റി ഒഴിവാക്കാനായിട്ട് ഇത് നമ്മളെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യും. ഇനി അതിൻ്റെ ഒരു എനർജി കൂട്ടാനായിട്ട് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻഡോർ പ്ലാന്റുകളുണ്ട്, ലക്കി ബാമ്പു അങ്ങനെയൊക്കെയുള്ള മണി പ്ലാന്റ്, അതുപോലുള്ള ഇൻഡോർ പ്ലാന്റുകളുണ്ട്. അത് വീടിനകത്ത് വയ്ക്കുന്നതും ആ വീട്ടിലുള്ള നെഗറ്റീവ് എനർജികളെ ഒഴിവാക്കാനായിട്ട് നല്ലൊരു റെമഡി ആയിട്ട് ഫെങ്ഷുയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ പ്ലാന്റുകൾ വയ്ക്കുമ്പോൾ അത് എലമെൻറ്റ് ബേസ് ആയതുകൊണ്ട് ഇത് വയ്ക്കാനായിട്ട് ഏറ്റവും അനുയോജ്യമായ സ്ഥലങ്ങളെന്ന് പറയുന്നത് ഈസ്റ്റും സൗത്ത് ഈസ്റ്റും ഭാഗങ്ങളാണ് ഇത് വയ്ക്കാനായിട്ട് നല്ലത്. അതുപോലെ തന്നെ മെറ്റൽ എനർജി കൊണ്ടും നമുക്ക് ആ നെഗറ്റിവിറ്റിയെ മാറ്റാനായിട്ട് സാധിക്കും. അപ്പോൾ മെറ്റൽ എനർജികളുടെ വിൻചെയിംസുകൾ വീട്ടിൽ ഹാങ് ചെയ്യുന്നതും ആ ചുറ്റളവിലുള്ള നെഗറ്റീവ് എനർജിയെ ഇല്ലാതാക്കാനും ഒത്തിരി നല്ല നല്ല അനുഭവങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും ഇതുമൂലം സാധിക്കും. ഇത് എവിടെയൊക്കെ വയ്ക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വീടിൻ്റെ പടിഞ്ഞാറ് വശത്ത്, അതായത് വെസ്റ്റ് സൈഡിൽ 7 റോഡുകളുള്ള വിൻചെയിംസ് ഹാങ് ചെയ്യാം. അവിടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് പടിഞ്ഞാറ് ദിക്കിലുള്ള നെഗറ്റിവിറ്റി പോകാനും അവിടെ നിന്നുള്ള പ്രോസ്പെരിറ്റി കിട്ടാനും നല്ലൊരു ടൂളായിട്ട് കണക്കാക്കുന്നുണ്ട്. നോർത്ത് വെസ്റ്റിലാണെങ്കിലും വിൻചെയിം തന്നെ ഉപയോഗിക്കാം. അത് 6 റോഡ് വിൻചെയിം ആയിരിക്കണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു കണക്ക് പറയുന്നത്. അതുപോലെ തന്നെ 2026 സംബന്ധിച്ചിടത്തോളം സൗത്തിൽ ഏറ്റവും മോശമായിട്ടുള്ളൊരു എനർജി വന്ന് നിൽക്കുന്നുണ്ട്. അത് യെല്ലോ സ്റ്റാർ 5 ആണ്. അതിന് റെമഡി ആയിട്ട് അവിടെ സാൾട്ട് വാട്ടർ ഉപയോഗിക്കാം, സാൾട്ട് വാട്ടർ ക്യൂർ ഉപയോഗിക്കാം. അതുപോലെ തന്നെ 6 റോഡ് വിൻചെയിംസ് ഉപയോഗിക്കാം. അവിടെ 5 എലമെന്റ് പഗോഡയും ഉപയോഗിക്കാം. അതുപോലെ നമുക്ക് തൊഴിൽപരമായിട്ട് അഭിവൃദ്ധി ഉണ്ടാവാൻ വേണ്ടിയിട്ട് വീടിൻ്റെ നോർത്ത് സൈഡിൽ എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജലധാര അല്ലെങ്കിൽ ഒരു അക്വേറിയം അവിടെ വയ്ക്കുന്നതും വീടിൻ്റെ ആ ദിക്കിലുള്ള നെഗറ്റീവ് എനർജികൾ മാറാനും തൊഴിൽപരമായിട്ട് ഒത്തിരി അഭിവൃദ്ധി ഉണ്ടാവാനും നമുക്ക് നല്ലൊരു ടൂളായിട്ട് ഇതിനകത്ത് കണക്കാക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് ഉപയോഗിക്കാവുന്ന മറ്റൊരു എലമെൻ്റ് എന്ന് പറയുന്നത് നാച്ചുറൽ ആയിട്ടുള്ള ക്രിസ്റ്റൽസുകളാണ്. ഈ ക്രിസ്റ്റൽസുകൾ വീടിൻ്റെ നോർത്ത് ഈസ്റ്റ്, സൗത്ത് വെസ്റ്റ്, മിഡിൽ ഭാഗത്തുകളിൽ ക്രിസ്റ്റൽസുകൾ വെക്കുമ്പോൾ ആ ദിക്കിലുള്ള അല്ലെങ്കിൽ ആ ഒരു ഏരിയയിലുള്ള നെഗറ്റീവ് എനർജികളെ വലിച്ചെടുക്കുകയും പോസിറ്റീവാക്കി റൂമുകളിലേക്കും അല്ലെങ്കിൽ വീടുകളിലേക്കും തരാനും ഈ ക്രിസ്റ്റലുകൾക്ക് സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള നെഗറ്റീവ് എനർജി ഒഴിവാക്കാനും ഫെങ്ഷുയി പ്രകാരം ഒരുപാട് പോസിറ്റീവ് എനർജി കിട്ടാനും സാധിക്കും. അതുപോലെ നമുക്ക് ചെയ്യാവുന്ന മറ്റ് 1-2 ടൂളുകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വീട്ടിലേക്ക് വരുന്ന നെഗറ്റീവായിട്ടുള്ള ഊർജ്ജത്തിൽ നിന്നും വീടിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ളൊരു ക്വാൻ കിങ്ങിൻ്റെ സ്റ്റാച്ചു, ഇദ്ദേഹം ഇങ്ങനെ കയ്യിലൊരു വാളുമായിട്ട് മെയിൻ ഡോറിലോട്ട് നോക്കി നിൽക്കുന്ന ഒരു സ്റ്റാച്ചു നമുക്ക് വീടുകളിൽ വെക്കാവുന്നതാണ്. അതുപോലെ നമുക്ക് വെക്കാവുന്ന മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് ഒരു ബാക്കോ മിററാണ്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ബാക്കോ മിറർ വാങ്ങിക്കുക. പ്രധാന ഡോറിൻ്റെ മുകളിൽ ഇതിനെ നമുക്ക് പ്ലേസ് ചെയ്യാവുന്നതാണ്. ഈ ബാക്കോ മിററിൻ്റെ ലെഫ്റ്റിലും റൈറ്റിലുമായിട്ട് നമുക്ക് ഓരോ ഫ്യൂഡോക്സിൻ്റെ സിമ്പിൾസും വെക്കാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ ടൂൾസുകൾ നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ വിജയങ്ങൾ ഉണ്ടാക്കിത്തരും. നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ.